ഹായ് വെൽക്കം ടു മാറ്റ്കം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആ പാർട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫോളോഡ് ബൈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ, രണ്ടും ഉപയോഗിച്ചാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. എങ്ങനെയാണ് ഓപ്ഷൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഫസ്റ്റ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുന്നതാവും. ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് എന്ന് പറയുന്നത് UPSC CSAT എക്സാമിനേഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വേരിയസ് എക്സാമിനേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ ക്വസ്റ്റിനും കഴിഞ്ഞ് രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഒന്നെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ല മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം. നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടത് വെതർ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്, രണ്ടും ഉപയോഗിച്ചാണ് ആൻസർ കിട്ടുക, രണ്ടും ഉപയോഗിച്ച് നമുക്ക് ആൻസർ കിട്ടും, രണ്ടും ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ. ആ ഒരു ഡിഫറെന്റ് പോസിബിലിറ്റീസ് നോക്കിയിട്ടാണ് നമ്മൾ ഓപ്ഷൻസിലേക്ക് എത്തുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രൊഡക്റ്റ് ഓഫ് 328 റേസ് ടു ദ പവർ ഓഫ് 64 ഇൻറ്റു 849 റേസ് ടു ദ പവർ ഓഫ് എക്സ്? അതായത് 328 റേസ് ടു ദ പവർ ഓഫ് 64 മൾട്ടിപ്ലൈഡ് ബൈ 849 റേസ് ടു ദ പവർ ഓഫ് എക്സ്. നമുക്കിവിടെ ഒബ്വിയസ് ആയിട്ടും ഈ ഒരു നോൺ വാല്യൂ ഉള്ളപ്പോൾ അതിന്റെ കാര്യം നമുക്ക് ഫസ്റ്റ് തീർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോകാം. അതായത് നമ്പർ എൻഡിങ് വിത്ത് 8 ആണ്. നമ്മൾ അതിന്റെ ഫസ്റ്റ് പവർ എടുത്താൽ that will end with 8. Number ending with 8, അതിന്റെ സെക്കൻഡ് പവർ എടുത്താൽ 8 into 8 64 ending with 4 ആണ്. തേർഡ് പവർ എടുത്തു കഴിഞ്ഞാൽ 4 into 8 32 ആണ്, ending with 2 ആണ്. ഫോർത്ത് പവർ എടുക്കുവാണെങ്കിൽ എന്ത് വരും? 2 into ഫിഫ്ത്ത് പവർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി 2 into 8 ending with 6 ആണ്. നമുക്കറിയാം 6 എൻഡിങ് ഡിജിറ്റ് ആയിട്ട് വന്നാൽ പിന്നെ അത് എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താലും അത് 6 തന്നെയാണ് വരുന്നത്. അപ്പം ഈ പറയപ്പെടുന്നതിനെ നമുക്ക് എന്താണ് 64ന്റെ 4ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 328 can be written as 4 into 325 raised to 64 can be written as 4 into 16. ഫോർത്ത് പവർ എന്ന് പറയുന്നത് എൻഡിങ് വിത്ത് 6 ആണ്. ഫോർത്ത് പവർ എന്ന് പറയുന്നത് എൻഡിങ് 6 ആണ്. അപ്പോൾ അതിന്റെ 16th പവർ എടുത്താലും അതും എൻഡിങ് വിത്ത് 6 തന്നെ ആയിരിക്കും. ക്ലിയർ? അപ്പൊ ദിസ് പെർട്ടിക്കുലർ തിങ്ങിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എൻഡിങ് വിത്ത് 6 ആണ്. രണ്ടാമത്തെ ഓപ്ഷനെ പറ്റി നമുക്ക് അറിയത്തില്ല. സോ ഫസ്റ്റ് പോസിബിലിറ്റി എടുത്തേ പറഞ്ഞിരിക്കുന്നത് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ 10. 3ക്ക് താഴെ 10ന്റെ താഴെയുള്ള 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. ഇവിടുത്തെ ഈ നമ്പർ എടുത്താൽ എൻഡിങ് വിത്ത് 9 ആണ്. ഇഫ് എ നമ്പർ എൻഡിങ് വിത്ത് 9 ഫസ്റ്റ് പവർ എടുത്താൽ അത് 9 ആണ്. സെക്കൻഡ് പവർ എടുത്താൽ അത് എൻഡിങ് വിത്ത് 1 ആണ്. തേർഡ് പവർ എടുത്താൽ that will be ending with 9 ആണ്. ഫോർത്ത് പവർ എടുത്താൽ അത് എൻഡിങ് വിത്ത് 1 ആണ്. കാരണം 9 into 9 81 ending with 1, 1 into 9 ending with 9, 9 into 9 ending with 9. That means if you are taking number ending with 9, if you are taking an even power, you will be getting it, the number will end with 1. But if you are taking an odd number, that will end with 9. Here ഇവിടെ പറഞ്ഞിരിക്കുന്നത് x is a number that is less than 3. X is a number that is less than 10 multiple of 3. അപ്പോൾ 3യുടെ പവർ ആണ് എടുക്കുന്നതെങ്കിൽ you will get ending with 1. 3യുടെ പവർ ഓഡ് നമ്പർ ആയതുകൊണ്ട് it will ending with 9. 9 എടുത്താലും ഓഡ് നമ്പർ ആയതുകൊണ്ട് it will ending with 9. But if you are taking the 6th power, that will end with 1. 6th power that will end with 1. 6th power that will end with 1. Clear? Fine. 6th power that will end with 1. So നമുക്ക് end with 1 വരാം, അല്ലെങ്കിൽ end with 9 വരാം. ഇതിലേതാണ് കറക്റ്റ് പോസിബിലിറ്റി എന്ന് നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ എൻഡിങ് വിത്ത് 9 ആകാം, അല്ലെങ്കിൽ എൻഡിങ് വിത്ത് 1 ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് കിടപ്പുണ്ട്. കറക്റ്റ്, വി ഹാവ് 2 പോസിബിലിറ്റീസ് ഓവർ ദർ. സോ നമുക്ക് എക്സാക്ട് ആയിട്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് പറയാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എക്സ് ഇസ് ആൻ ഓഡ്. നമുക്കറിയാം 849 ഇസ് എ നമ്പർ എൻഡിങ് വിത്ത് 9 ആണ്. അതിന്റെ ഏതെങ്കിലും ഒരു ഓഡ് നമ്പറിന്റെ മൾട്ടിപ്പിൾ എടുത്താൽ ദാറ്റ് ഒബ്വിയസ്ലി വിൽ എൻഡ് വിത്ത് 9. സോ ദിസ് ഈസ് എൻഡിങ് വിത്ത് 9. സോ എന്റെ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ത് കിട്ടും? എൻഡിങ് വിത്ത് 9 ആണ്. 328 റേസ് ടു പവർ 64 എന്ന് പറയുന്നത് എന്താണ്? എൻഡിങ് വിത്ത് 6 ആണ്.
സോ 9 into 6 54, that will end with the 4. സോ the unit digit എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ എക്സാക്ട് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ പറയാനായിട്ട് പറ്റത്തില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ പറയാനായിട്ട് പറ്റും. ക്ലിയർ? സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? സോ ദ ആൻസർ ഈസ് ഗോയിങ് ടു ബി, എങ്ങനെ ഓപ്ഷനെ ചൂസ് ചെയ്യണം? ഓപ്ഷൻ നമ്പർ 1 നോക്കി, ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിങ് എനി വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് അലോൺ. കറക്റ്റ്. ക്യാൻ ബി ആൻസർഡ് ഓൺലി ബൈ യൂസിങ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ബട്ട് ഇറ്റ് കനോട്ട് ബി ആൻസർഡ് ബൈ യൂസിങ് ദി അതർ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ പറയാനായിട്ട് പറ്റത്തില്ല. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്ഷൻ നമ്പർ 1 ആണെന്ന് വരും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമായിട്ടുണ്ടെങ്കിൽ, യൂണിറ്റ് ഡിജിറ്റുമായി ബന്ധപ്പെട്ട് ഫർദർ ഡീറ്റെയിൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. We have created a lot of playlist, അതായത് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട്, ക്ലാസ് 10, 11, +2 കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട്, വേരിയസ് സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട് വേരിയസ് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. As a token of gratitude, please like to this particular video. Please share with your friends, those who are interested to learn. Please subscribe to our channel. ആസ് വെൽ ആസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്റെ സൊല്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷനോ നിങ്ങൾക്ക് കാണാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ പറയുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.